കാരണം സുകുമാരക്കുറുപ്പ് ഒരിക്കലും മലയാളി ഉള്ളിടത്തോളം കാലം മരിക്കില്ല. 8-10 വർഷം 2 പോലീസുകാർ ഈ സുകുമാരക്കുറുപ്പിൻ്റെ വീടിൻ്റെ അടുത്തൊരു വീടിൻ്റെ മുകളിൽ അവരെ വീട്ടിൽ ആരാ വരുന്നതെന്ന് വാച്ച് ചെയ്യാൻ 24 hours ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരാൾ കത്തിയിരിപ്പുണ്ട്, പക്ഷെ അവിടെ ഒരു 2 ഗ്ലൗസ് കിടക്കുന്നുണ്ട്, കൂടാതെ ഒരു ചെരുപ്പ് കിടക്കുന്നു വെളിയിൽ ചെളിക്കകത്ത്. അപ്പോൾ ഒരാൾ അവൻ്റെ വയലിൽ കൂടെ ചെളിക്കകത്തൂടെ നടന്നു പോയ പാടും കണ്ടിട്ട്. അപ്പോൾ ആരാന്ന് എനിക്ക് അറിഞ്ഞൂല. അതേ കേസ് അന്വേഷിച്ചിട്ടേ ഇല്ലയെന്ന് എൻ്റെ ഒരു അറിവ്. കാരണം ഞാൻ പോകുന്ന ശേഷം ആരും അന്വേഷിച്ചിട്ടില്ല, ക്ലോസ് ചെയ്തിട്ട് പോകുന്നതാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കുപ്രസിദ്ധ കുറ്റവാളി സുകുമാരക്കുറുപ്പ്. മലയാളികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതില്ല ആരാണ് സുകുമാരക്കുറുപ്പ് എന്ന്. ഈ സുകുമാരക്കുറുപ്പ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന ഒരു വാദം ഉയർന്നു വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സുകുമാരക്കുറുപ്പ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ, അതോ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചോ? പരിശോധിക്കാം നമുക്ക്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ആധികാരികമായി സംസാരിക്കാൻ സാധിക്കുന്ന കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിരുന്ന റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ് സാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഇൻവോൾവ് ആയിട്ടുണ്ട് അങ്ങ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് നമുക്ക് അതിലേക്ക് എത്താം. അതിനു മുമ്പ് ഈ കേസിൽ എന്ന് മുതലാണ് അങ്ങ് ഇൻവോൾവ് ആയത്? അത് കേസ് റിപ്പോർട്ട് ചെയ്ത അന്ന് മുതൽ ഞാൻ ഇതിനകത്ത് ഇൻവോൾവാണ്. ഞാൻ അന്ന് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറാണ്. 84 ഈ സംഭവം നടക്കുന്ന 84 ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറായി ഞാൻ ക്രൈംബ്രാഞ്ച് ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ SP MB ബാലകൃഷ്ണൻ IPS അദ്ദേഹം ഇപ്പം ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ കൂടെ ആയിരുന്നു ഞാൻ. അതൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേരളം മുഴുവൻ ജൂറിസ്ഡിക്ഷനുള്ളതാണ്. ഓക്കെ, ഇന്നത്തെ പോലത്തെ അല്ല, SIT അല്ല, കേരളം മുഴുവൻ ജൂറിസ്ഡിക്ഷനുള്ള SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ 2 SP-മാരിൽ ഒന്ന് MB ബാലകൃഷ്ണൻ. ആ ഒരു SP-യുടെ കൂടെ ഒരു DYSP, 2 സർക്കിൾ ഇൻസ്പെക്ടർമാർ, അത്രയേ ഉള്ളൂ. ചെറിയ യൂണിറ്റാണ്, പക്ഷേ സെൻസേഷൻ കേസ് അന്വേഷിക്കും. അന്നേരമാണ് സുകുമാരക്കുറുപ്പിൻ്റെ കേസ്. അത് ചെങ്ങന്നൂർ അന്ന് DYSP ആയിരുന്ന അദ്ദേഹമായിരുന്നു അതിൻ്റെ തുടക്കത്തിൽ ആ സ്പോട്ടിൽ പോയി വെളുപ്പിന് 5:30 മണിക്ക്. അപ്പോൾ അദ്ദേഹം പോയ സമയത്ത് ക്രൈംബ്രാഞ്ച് ഇത് ഒരാളെ അതിനകത്ത് മരിച്ചിരിക്കുന്നു എന്നൊക്കെ അപ്പോൾ സംശയമൊക്കെ വന്നു കഴിഞ്ഞപ്പം ക്രൈംബ്രാഞ്ച് ടേക്ക് ഓവർ ചെയ്തു. അപ്പോൾ ക്രൈംബ്രാഞ്ച് SP പോയി, ഞാനും അവിടെ സ്പോട്ടിൽ പോയി, എല്ലാം കണ്ടു. ആ കേസ് ടേക്ക് ഓവർ ചെയ്തു. ആ കേസ് ടേക്ക് ഓവർ ക്രൈംബ്രാഞ്ചിൽ ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 481/CR/84 അന്ന് രജിസ്റ്റർ ചെയ്ത കേസാണ്. ആ കേസിൻ്റെ അന്വേഷണം ഭൂരിപക്ഷം ഞാനാണ് നടത്തിയിരിക്കുന്നത് അന്ന്. അതിനുശേഷം 87 അതിനകത്ത് സുകുമാരക്കുറുപ്പ് ഒഴിച്ച് ബാക്കിയുള്ളവരുടെ പേര് കുറ്റച്ചാർജ് കൊടുത്തു കോടതിയിൽ. ഇതൊരു ക്രൈമാണ് എന്ന്, ആക്സിഡൻ്റ് അല്ല ക്രൈമാണ് എന്ന് അന്ന് തന്നെ ആദ്യത്തെ അന്വേഷണത്തിൽ തന്നെ അങ്ങേക്ക് മനസ്സിലായി? അതെ, അത് ചെങ്ങന്നൂർ DYSP അദ്ദേഹം സ്പോട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിനൊരു ഡൗട്ട് മനസ്സിലായി. അതിനകത്ത് ഒരാൾ കത്തിയിരിപ്പുണ്ട്, പക്ഷെ അവിടെ ഒരു 2 ഗ്ലൗസ് കിടക്കുന്നുണ്ട്, കൂടാതെ ഒരു ചെരുപ്പ് കിടക്കുന്നു വെളിയിൽ ചെളിക്കകത്ത്. അപ്പോൾ ഒരാൾ അവൻ്റെ വയലിൽ കൂടെ ചെളിക്കകത്തൂടെ നടന്നു പോയ പാടും കണ്ടിട്ട്. പിന്നെ ഒരു പെട്രോൾ ക്യാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഒരു ഡൗട്ടായിരുന്നു, സ്വയം അല്ല, ഒരാളൂടെ ഉണ്ട്. ഓക്കെ. അതിനുശേഷമാണ് കാറിൻ്റെ നമ്പർ 7979. പിന്നെ അങ്ങനെ 2 കാറ് ഈ സുകുമാരക്കുറുപ്പിൻ്റെ പേരിലുണ്ട്. അതിലൊരെണ്ണമാണ് ഈ കത്തി കിടക്കുന്നത്. ഓക്കെ. വേറൊരു കാറ് പുള്ളി 59 ഒരു കാറ്, അംബാസഡർ രണ്ടും അത് അദ്ദേഹം ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാറുകളാണ്. അപ്പോൾ ഇയാൾ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇയാളുടെ വീട്ടിൽ അന്വേഷിച്ചപ്പം ഇയാളുടെ ഭാര്യയുടെ ചേച്ചിയൊക്കെ ഇട്ടിരിക്കുന്ന ഭാസ്കർ കുറുപ്പ് വീട്ടിലുണ്ട്. ആദ്യം മുതലേ ഡൗട്ടായി. ഈ കാറിൻ്റെ നമ്പറിലൂടെയാണ് കുറിപ്പിലേക്ക് എത്തുന്നത്. കാറിൻ്റെ രജിസ്റ്റേർഡ് ഓണർ കുറുപ്പാണ്. അപ്പം കുറുപ്പിന് രജിസ്റ്റേർഡ് ഓണർ ഒരു കാറിനുണ്ട്, പക്ഷേ മറ്റേ കാറ് കുറുപ്പിൻ്റെ ഭാര്യയുടെ ചേച്ചിയെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഭാസ്കരക്കുറുപ്പിൻ്റെ കാറ് അയാൾ വീട്ടിലുണ്ട്. ആ കാറാണ് ഇവിടെ അതിനകത്ത് ഒരാൾ കത്തിക്കണം. അപ്പോൾ അയാളല്ല കത്തി. അപ്പോൾ അയാളുടെ കാറ് സുകുമാരക്കുറുപ്പ് ഗൾഫിൽ നിന്ന് വന്നിട്ട് അവൻ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ആ എടുത്തുകൊണ്ട് പോയതാണ് ഈ കത്തി കിടക്കുന്നത്. കുറുപ്പ് മരിച്ചു എന്നാണ് കരുതിയിരുന്നത്. ഓക്കെ. പക്ഷേ ഈ സംഭവത്തെ ഡൗട്ട് വീഴ്ച ചെയ്ത് കഴിഞ്ഞപ്പം മറ്റു ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വന്നു. കുറുപ്പിൻ്റെ വീടെല്ലാം പരിശോധിച്ചു. ഭാസ്കർ കുറുപ്പിൻ്റെ കയ്യിൽ പൊള്ളലേറ്റിട്ടുണ്ട്. ഓക്കെ. അത് നമുക്ക് ഡൗട്ടായി. അങ്ങനെയാണ് ആ കേസ് ആദ്യം മുതലേ ഡൗട്ടായിരുന്നു. അപ്പം അതിനകത്ത് ചെങ്ങന്നൂർ DYSP ആയിരുന്ന അദ്ദേഹം പിന്നീട് SP ആയിട്ട് റിട്ടയർ ചെയ്ത് മരിച്ചു പോയി. അദ്ദേഹത്തിന് ഡൗട്ട് വന്നു കഴിഞ്ഞപ്പം തന്നെ
ഇത് വേറൊരാളെ കൊന്നതാണെന്ന് മനസ്സിലായപ്പോൾ കുറുപ്പല്ല വേറൊരാളാണെന്ന് അദ്ദേഹത്തിനാണ് ഡൗട്ട് തോന്നിയത്. അദ്ദേഹത്തിന് ആദ്യം ഡൗട്ട് തോന്നി. അപ്പം തന്നെ SIT ഇൻവോൾവ് ചെയ്തു. അങ്ങനെയാണ് ഞാനും SP ഒക്കെ അവിടെ പോകുന്നത്. ഞങ്ങൾ തന്നെ അന്ന് രാവിലെ തന്നെ ഞങ്ങളും ചെന്നു. അദ്ദേഹത്തോട് സംസാരിച്ചതിന് ഡൗട്ട് വന്ന് ഞങ്ങളത് കറക്റ്റായിട്ട് വന്നു. അങ്ങനെയാണ് സുകുമാരക്കുറുപ്പല്ല മരിച്ചത്, വേറൊരാളാണ് മരിച്ചതെന്ന് മനസ്സിലായി. അപ്പോൾ ആ ഒരാളെ കണ്ടെത്താനായിട്ടുള്ള ശ്രമത്തിൽ ഇപ്പോൾ ആലപ്പുഴയിൽ ഈ ഒരു ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ചാക്കോ മിസ്സിങ് 3 ദിവസമായിട്ട്. അങ്ങനെയാണ് അതിലേക്ക് വരുന്നത്. പിന്നെ അതൊക്കെ ഒത്തിരി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, എല്ലാ മലയാളികൾക്കും ഇത് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. അതിലോട്ട് ഞാൻ കിടക്കുന്നില്ല. എല്ലാവർക്കും ഇപ്പം കാണാപ്പാടമാണ്. അതുകൊണ്ട് നമ്മളത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അതിന് ശേഷമുള്ള കുറിപ്പ് ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അതെ, ഞാൻ ചോദിക്കുന്നത് വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ അലി അക്ബർ പറയുകയാണ്, പോലീസിൽ നിന്നും രക്ഷപ്പെട്ടു, ചില ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും അദ്ദേഹത്തിന് ഒത്താശ ചെയ്തു കൊടുത്തു, ചില റിപ്പോർട്ടുകൾ പോലീസ് പൂഴ്ത്തി വെച്ചു, അതായത് കുറിപ്പ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ പൂഴ്ത്തി വെച്ചു എന്നാണ് പറയുന്നത്. അലി ബക്കറിനെ എനിക്കറിയില്ല, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടാവും. അയാൾ എന്ത് റാങ്കുകാരനാണെന്ന് എനിക്കറിയാം. അയാൾ ഈ കേസ് അന്വേഷിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പുള്ളിക്കാരൻ ആധികാരികമായിട്ട് ഇങ്ങനെ പറയാൻ? അത് 2017 ഞാൻ ഇന്നലെ TV യിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. 2017 എങ്ങാണ്ടാണ് പുള്ളി പറയുക. 2017 എന്ന് പറഞ്ഞാൽ 90 മരിച്ചിരിക്കുന്നു. 37 വർഷം മുമ്പത്തെ കാര്യമാണ്. 90 സുകുമാരക്കുറുപ്പ് മരിച്ചു പോയിരിക്കുന്നു. നമ്മുടെ അന്വേഷണത്തിൽ ആ കൺക്ലൂഡ് ചെയ്ത് കേസ് ഡയറി ഞാൻ ക്ലോസ് ചെയ്ത് പോയതാണ്. ഓക്കെ, 84 അങ്ങ് അന്വേഷണം തുടങ്ങി. അതിൻ്റെ ഓരോ ഘട്ടത്തിലൂടെയും നമുക്ക് സംഭവങ്ങളുടെ തുടക്കം അങ്ങ് പറഞ്ഞു. അതിനുശേഷം 87 വന്നപ്പോഴാണ് ആദ്യത്തെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? കേസിൻ്റെ കുറ്റചാർജ് ചെയ്തു. സുകുമാരക്കുറുപ്പ് ഒഴിച്ച് ഒന്നാം പ്രതി സുകുമാരക്കുറുപ്പ് ആളില്ല. രണ്ടാം പ്രതി ഭാസ്കരപിള്ള, പാരിയുടെ ജേഴ്സിയെ കിട്ടുന്നത്. ഷാഹുൽ എന്ന് പറഞ്ഞാൽ അയാൾ തൃശ്ശൂർകാരനാണ്. സുകുമാരക്കുറുപ്പിനൊപ്പം ഗൾഫിൽ ജോലി ചെയ്യുന്ന സഹായിയായി വന്ന ഷാഹു. പിന്നെ പൊന്നപ്പൻ, സുകുമാരക്കുറുപ്പിൻ്റെ ഡ്രൈവർ, അയാൾ 2006 എങ്ങാണ്ട് മരിച്ചു പോയിട്ടുണ്ട് പൊന്നപ്പൻ. പിന്നെ സരസു, കുറുപ്പിൻ്റെ ഭാര്യ പ്രതിയ. പിന്നെ തങ്കമ്മ, അത് ഭാസ്കർ പിള്ളയുടെ ഭാര്യ. അവർ രണ്ടുപേരും വെറുതെ വിട്ടു കേസിനകത്ത്. ബാക്കിയുള്ളവരെയാണ് ശിക്ഷിച്ചത്. ഈ ഭാസ്കർ കുറുപ്പ് 12 വർഷം ജയിലിൽ കിടന്നിട്ടാണ് വെളിയിൽ പോയത്. പിന്നെ ഷാഹുവിനെ അയാൾ മാപ്പ് സാക്ഷിയായി. അപ്പോൾ അതുകൊണ്ട് അയാൾ ശിക്ഷയില്ലാതെ രക്ഷപ്പെട്ടു പോയി. മറ്റവരെ വെറുതെ വിട്ടു. പിന്നെ പൊന്നപ്പനെ ശിക്ഷിച്ചിരുന്നു. പക്ഷേ പൊന്നപ്പൻ ജയിലിൽ നിന്ന് ഇറങ്ങി 2006 മരിച്ചു. എന്നാലും ഭാസ്കരപിള്ളയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ അലി അക്ബർ എന്ന് പറഞ്ഞ ആൾ ഈ കേസ് അന്വേഷിച്ചിട്ടില്ല. പുള്ളിക്ക് എന്താണ് ഈ ആധികാരികത എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 2017 കാരണം നമ്മുടെ കേസ് ഡയറി അനുസരിച്ച് ജനുവരി 14 1990 സുകുമാരക്കുറുപ്പ് മരിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം ഞാൻ DYSP ആയിട്ട് വന്നു കഴിഞ്ഞപ്പം സുകുമാരക്കുറുപ്പ് ഇവിടെയുണ്ട്, ചന്ദ്രനിലുണ്ട്, മാർസിലുണ്ട്, ചൊവ്വയിലുണ്ട്, അമേരിക്കയിലുണ്ടെന്നൊക്കെ പറഞ്ഞ് സർവത്ര ശത്രുക്കൾക്കെതിരായിട്ട് എല്ലാ മലയാളിയും ഈ പെറ്റീഷനായിട്ട് അന്ന് നമ്മൾ ഇപ്പോഴത്തെ മൊബൈൽ ഫോണില്ല. മൊബൈൽ അന്ന് ഫോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ STD പറ്റുള്ളൂ. ആ കാലഘട്ടം നമ്മൾ ആലോചിച്ചോണം. അപ്പോൾ അന്ന് ആ ഒരു സമയത്താണ് ഇതുപോലെ എല്ലാവരും മെസ്സേജ്, ടെലഗ്രാം, കവർ, ലെറ്റർ ഇങ്ങനെ മല പോലെ DYSP അയക്കാൻ കൂടിക്കിടക്കുന്നു. ഞാൻ അക്കാഡമിക് ഇൻട്രസ്റ്റ് നമ്മളെ നേരത്തെ അന്വേഷിച്ചാണല്ലോ ഇയാളെപ്പറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം സോർട്ട് ചെയ്തു. ഒരു 4-5 പോലീസുകാരെയൊക്കെ വിളിച്ചിട്ട് അതുപോലെ സോർട്ട് ചെയ്തപ്പോൾ ഒരെണ്ണം 1988 അയച്ചതാണ്. 90 ഞാൻ നോക്കുന്നത്. 88 രത്നമ്മ എന്ന് പറഞ്ഞ നേഴ്സ് അയച്ചത്. അതാണ് ഇപ്പോൾ പത്രത്തിലേക്ക് വന്നിട്ടുള്ള നേഴ്സ്. ഈ കേസ് വേറെ ആരും ഒന്നും അന്വേഷിച്ചായിട്ട് എനിക്ക് തോന്നണില്ല. ഈ അലി അക്ബർ ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെ ആരും അന്വേഷിച്ചായിട്ട് അത് ഞാൻ ക്ലോസ് ചെയ്തിട്ട് പോയെന്നാണ്. ഇന്നത് പൊടി തൊട്ടിയെടുത്ത് പഴയ LP ലോങ് പെൻഡിങ് കേസായിട്ട് കിടക്കുന്നതുകൊണ്ട് ആരെങ്കിലും എടുത്ത് നോക്കിക്കാണും. അത് റീഓപ്പൺ ചെയ്യണമെങ്കിൽ കോടതിയിലെ സാങ്ഷൻ വാങ്ങിച്ച് ചെയ്യാൻ ക്ലോസ് ചെയ്തതാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ കഥാപാത്രങ്ങൾ വരുന്നത് എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അലി അക്ബർ ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതേ കേസ് അന്വേഷിച്ചിട്ടേ ഇല്ലയെന്ന് എൻ്റെ ഒരു അറിവ്. കാരണം ഞാൻ പോകുന്ന ശേഷം ആരും അന്വേഷിച്ചിട്ടില്ല, ക്ലോസ് ചെയ്തിട്ട് പോകുന്നതാണ്. അതുതന്നെ ഈ കേസിനകത്ത് ഈ 88 ഇവർ അവിടെ വെച്ച് ഇവരെന്ന് അവർ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിൽ അവിടെയാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് 88 ഇവരവിടെ നേഴ്സിങ്ങിന് ചെന്നപ്പം കുട്ടിയാണ് 18 വയസ്സ് 19 വയസ്സുള്ളവർക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ICU ഒരാൾ കിടക്കുന്നു. ഷാമിയാണ്, കാഷായ വസ്ത്രവും താടി നീട്ടി മുടി നീട്ടി ഒരാൾ കിടക്കുന്നു. ഹിന്ദി ഉൾപ്പെടെ ഭാഷകളൊക്കെ അറിയാം. അപ്പോൾ അവിടെയുള്ള ICUവിനകത്ത് ഡ്യൂട്ടിയുള്ള നേഴ്സിംഗ് കുട്ടികൾ ഈ പഠിക്കാൻ വന്ന കുട്ടികളൊക്കെ ഇയാൾ സംസാരിച്ച് ഇയാൾക്ക് ഭാര്യയുണ്ട്, ഭാര്യ നേഴ്സാണെന്ന് പറഞ്ഞു. ഇവർ നേഴ്സാണല്ലോ, ഭാര്യ നേഴ്സാണെന്ന് പറഞ്ഞു.
അങ്ങനത്തെ കഥകളെല്ലാം കുറച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം ഇത് മലയാളിയാണ് എന്ന് തോന്നിയപ്പം അവർ വന്ന് ഇവളുടെ അടുത്ത് പറഞ്ഞു മലയാളി ഒരു IC കിടക്കുന്നുണ്ട്, ആരുമില്ല, ഇങ്ങനെ സ്വാമിയായിട്ട് കിടക്കുക എന്ന് പറഞ്ഞ് ഇവരവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ ഇവരുടെ നാട്ടുകാരിയാണ്, ഒന്നിച്ച് ഇവരെ ഒരേ സ്കൂളിൽ പഠിച്ചതാണ്, ഇവരുടെ സീനിയറായിരിക്കും, എന്നാലും വീടിനടുത്താണ്. അയാളെ ഈ കുറുപ്പൊന്നും എല്ലായിടത്തും നൊട്ടോറിയസ് ആണല്ലോ ഈ ക്യാരക്ടർ. അതുകൊണ്ട് ഈ മറുക് ഇവർ നോക്കിയപ്പോൾ മറുകുണ്ട്. മൂക്കിൻ്റെ പ്രത്യേകത കുറുപ്പിനെ കണ്ടാൽ പറയാം. അപ്പോൾ ഇത് നോക്കിയപ്പോൾ കുറുപ്പ് തന്നെ. അപ്പം ചോദിച്ചു, അപ്പം ഇവർ പറഞ്ഞു ഞാനും അവിടുത്തുകാരിയാണ്, നിങ്ങളുടെ നാട്ടുകാരിയാണെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവർ ഓസ്ട്രേലിയ പോയി തിരിച്ചു വന്നപ്പോൾ ഇയാളെ കാണാനില്ല, കുറുപ്പ് മുങ്ങി. കുറുപ്പിന് ഇതിന് ശേഷം 1.5 വർഷത്തിന് ശേഷം 86-85 അക്യൂട്ട് ഒളിവ് നിൽക്കുന്ന സമയത്ത് അക്യൂട്ടായിട്ട് അയാൾക്ക് ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ടായി. അയാൾ സർവൈവ് ചെയ്യുന്ന സംശയമാണ്. അയാൾ എന്ത് ചെയ്തു, സ്വാമിയായിട്ട് നടക്കുമ്പം ഓരോ സ്ഥലത്തും കൂടുതലും നമ്മൾ കണ്ടിരിക്കുന്ന അയാളുടെ മൂവ്മെൻറ്റ് ബീഹാർ, ഒറീസ, മധ്യപ്രദേശ്, ബംഗാൾ, ഇത്ര സംസ്ഥാനത്താണ് ഇയാൾ കറങ്ങി നടക്കുന്നത്. അത് ട്രെയിനിലാണ് യാത്ര. പിന്നെ ജില്ലാ ആശുപത്രി ഉള്ളിടത്ത് ഇറങ്ങും, അവിടെ ഹാർട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, കാണിക്കും, മരുന്ന് കൊടുക്കും. ചിലപ്പോൾ അന്നേരം തന്നെ അവർ ICU-നകത്താക്കും. എല്ലായിടത്തും ICU-നകത്ത് കിടന്നത്, ICU-നകത്ത് കിടക്കും. മലയാളി ഉണ്ട് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ ആ മെഡിക്കൽ ഹിസ്റ്ററി ഷീറ്റ് കൊടുത്ത് അവിടുന്ന് ആ രാത്രി മുങ്ങും. ഇതാണ് അയാളൊരു മോഡസ് ഓപ്പറാൻഡി, അങ്ങനെയാണ് പുള്ളിയുടെ. അങ്ങനെ ഇവർ കണ്ട് കഴിഞ്ഞപ്പം പിറ്റേ ദിവസം രാവിലെ അത് ഇയാളില്ല, പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു അധികം നാളൊന്നും സർവൈവ് ചെയ്ത് സിവിയർ അറ്റാക്കാണ്, 4-5 ബ്ലോക്ക് ഉണ്ട്, അതുകൊണ്ട് അയാൾ സർവൈവ് ചെയ്യാൻ സാധ്യത കുറവാണ്, വളരെ അധികം നാൾ ദീർഘിക്കത്തില്ല എന്ന് പറഞ്ഞ് 88 ആ വിവരം ഇവർ എഴുതി അറിയിച്ചിട്ടുണ്ട്. അവരെ പോയി ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ SP എല്ലാവരും പോയി ചോദ്യം ചെയ്തിട്ടുണ്ട്. 90-ൽ 88 തന്നെ പോയി. അന്ന് ഇവർ 88 ശേഷം ഇവർ നാട്ടിൽ വന്നു, അന്നേരമാണ് അവരെ ബന്ധപ്പെട്ട് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. പക്ഷേ 90-കളിൽ ഇയാളെ, കാരണം അയാൾ എഴുതിയിരിക്കുന്ന എല്ലാ സ്ഥലത്തും ജോഷി, TP ജോഷി എന്നാണ് എഴുതുന്നത് ഇയാളുടെ പേര്, പൂന. അപ്പോൾ ഇയാളുടെ ഹിസ്റ്ററി, ഇയാൾ മിലിറ്ററി സർവീസിലായിരുന്നു നേരത്തെ. അവിടുന്ന് വോളണ്ടറി എടുത്ത് ഇയാൾ മടങ്ങി ബോംബെയിൽ വന്നു, വിദേശത്ത് പോകണമെന്നൊക്കെ വന്ന് ഇയാൾ അവിടെ ആശുപത്രി ട്രീറ്റ് ചെയ്യാൻ കിടപ്പുണ്ട്. അവിടെ വന്ന് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരും. അതിനടുത്തൊരു ഹോസ്പിറ്റൽ ജോഷി എന്ന് പറഞ്ഞൊരു ലേഡിയുണ്ട്, മല്ലിക ജോഷി എന്നെങ്ങാണ്ടാണ് അവരുടെ പേര്. ആ ജോഷി എന്ന് പറയുന്ന അവർ ക്ലിനിക്ക് നടത്തുന്നിടത്ത് സഹായിയായിട്ട് ഇയാൾ നിൽക്കുക, സുകുമാരക്കുറുപ്പ് അവിടെ നിന്ന്. കാരണം ഇയാൾക്ക് മെഡിക്കൽ കോറിലായിരുന്നല്ലോ പട്ടാളത്തിൽ ജോലി. അപ്പോൾ ഇവിടെ സഹായിയായിട്ട് മരുന്നെടുത്ത് കൊടുക്കാനൊക്കെ ഇവരുടെ കൂടെ നിൽക്കുക ക്ലിനിക്കിൽ. അങ്ങനെ നിൽക്കുമ്പോൾ ആൻറ്റിയെ കാണാണ്ട് ആശുപത്രി വരുന്നത്. അന്നേരമാണ് നേഴ്സിനെ സരസിനെ കാണുന്നത്. അങ്ങനെയാണ് അവളെ കല്യാണം കഴിച്ച് ഇയാൾ വിദേശത്ത് പോകുന്നത്. പക്ഷേ ഈ സംഭവത്തിന് ശേഷം സുകുമാരക്കുറുപ്പ് ഈ ജോഷി എന്ന പേര്, TP ജോഷി എന്ന പേര് സ്വീകരിച്ചു. ഈ ട്രെയിനിലും ആശുപത്രിയിലെല്ലാം പറഞ്ഞാൽ ജോഷി എന്നാ പേരാ. ഞങ്ങൾ 12 ഹോസ്പിറ്റലിൽ കണ്ടു ജില്ലാ ആശുപത്രിയിലെ ജോഷി എന്നുള്ള പേര് ഇയാൾ തന്നെ. അതാണ് അത് കൃത്യമായിട്ട് പറയാൻ കാരണം. 88 ഇവർ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ അന്നേരം മുതലാണ് ഇവരെ സംസാരിച്ച ശേഷം ഈ പേര് ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയ ശേഷം അവിടുത്തെ ഞങ്ങൾ അവിടെ പോയി റെക്കോർഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇവർ കണ്ട സ്ഥലത്ത് അവിടെ ഉള്ള റെക്കോർഡൊക്കെ എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം മെഡിക്കൽ ഹിസ്റ്ററി അയാൾ കൊണ്ടുപോയി പ്രിസ്ക്രൈബ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ അത് എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കിയപ്പോഴാണ് മധ്യപ്രദേശ്, അന്നത്തെ ബീഹാർ, ബംഗാൾ, ഒറീസ, ഇത്ര സംസ്ഥാനത്തെ ജില്ലാ ആശുപത്രികളിൽ ജോഷി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ജോഷിയുടെ, അങ്ങനെയാണ് 12ഓളം ഹോസ്പിറ്റൽ ഞങ്ങൾ കണ്ടു. 88 ശേഷം പിന്നെ കണ്ടിരുന്നത് ബംഗാളിനും ബീഹാറിനും ഇടയ്ക്കുള്ള ഒരു ഹോസ്പിറ്റൽ കണ്ടിട്ടുണ്ട്. റൂഖ് നാരായൺപൂർ എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ് അവസാനം കണ്ടത്. അവിടെ വെച്ച് നമ്മുടെ 1-2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അവരെ ഒരു SIയും ഒരു പോലീസുകാരൻ, അവർ ഒരാളിപ്പം ജീവിച്ചിരിപ്പുണ്ട്, നല്ല ഏജ്ഡായി, അവർ ഈ ICU-നകത്ത് കിടക്കുന്ന കണ്ടിട്ടുണ്ട്. അതിനുശേഷം അന്നത്തെ കാലഘട്ടം ഞങ്ങൾക്കൊക്കെ 1600 രൂപ, അന്ന് ഒരു DYSP കൂടി വന്നൊരു 3000-4000 രൂപ കൂടി ശമ്പളം ഇല്ല. ഇവിടുന്ന് തന്നെ ആ ഒരു സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികം വലിയ പ്രശ്നമാണ്. അപ്പോൾ സർക്കാർ ഇന്ന് അഡ്വാൻസ് വാങ്ങിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ട്രെയിൻ കയറി പോകുന്നത്. അവിടെ ചെന്ന് ഒരു ബോഡി കൊണ്ടുവരണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ലോ, അവിടെ ഒന്നും നടക്കത്തില്ല. അപ്പോൾ അവരവിടെ ചെന്നപ്പോൾ ഇയാളെ കണ്ടു. ഈ മലയാളി പോലീസ് ഓഫീസറാണോ സംശയം അവന് തോന്നിയപ്പം അവിടുന്ന് ചാടി ഇറങ്ങി ഓടി. ആ ഡോക്ടർ പറഞ്ഞു ഒരു 24 മണിക്കൂറിനപ്പുറത്ത് പോകില്ല. അന്നത്തെ കാലത്ത് ഇന്നുമൊക്കെ ചില ബീഹാർ, ഒറീസയിലൊക്കെ നമ്മൾ പോയാൽ, ഞങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും സിറ്റികളിലൊക്കെ പോകുമ്പോൾ കടത്തിണ്ണെ കിടന്ന് 8-10 പേര് രാത്രി ചാവും. ഇതൊക്കെ കാളവണ്ടി ഇട്ടുകൊണ്ട് ഒന്നിച്ചുകൊണ്ട് അവിടെ ഒരു കേസെടുപ്പും ഇല്ല, ഒരു പോസ്റ്റ്മോർട്ടവും ഇല്ല. ഇന്നും പല ഡിസ്റ്റൻറ്റ് ജില്ലകളിലൊന്നുമില്ല.
ഒരു പോലീസ് സ്റ്റേഷൻ അതിർത്തി കഴിഞ്ഞാൽ 100 മൈലെങ്കിലും പോകണം അടുത്ത പോലീസ് സ്റ്റേഷൻ കാണാൻ. മലയുടെ മുകളിലൊക്കെ ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ വെട്ടി മൂടുകയുള്ളൂ. ഇന്നും അങ്ങനെയാണ്. പക്ഷേ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു അരുണാചലത്തൊക്കെ നമ്മുടെ ഉണ്ട്, നമ്മളെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അത് വേറെ ഒരിടത്തും നമ്മൾ കണ്ടിട്ടില്ല ആ സമയത്ത്. ഇപ്പോഴും കേരളത്തിൽ മിക്കവാറും ഇപ്പം ബീഹാർ, ഒറീസ ആ ഭാഗത്തൊക്കെ റൂറലൊക്കെ ചെന്നാൽ ഇതൊക്കെ തന്നെ അവസ്ഥയ്ക്കൊന്നും വലിയ. ഇവിടെ രാജസ്ഥാനിൽ ഇതൊക്കെ തന്നെ, മധ്യപ്രദേശിൽ ഇതൊക്കെ തന്നെ. ഓക്കെ. അല്ല, അപ്പോൾ 90-ൽ, അതുകൊണ്ടാണ് 90-ൽ തന്നെ ജനുവരി 14 ലാസ്റ്റ് കണ്ടത്. ദിവസം മരിച്ചിട്ടുണ്ടാവും, പിറ്റേ ദിവസം മരിച്ചിട്ടുണ്ടാകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടറുടെ ഒരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് അത് പറയുകയും ചെയ്യുന്നത്, 24 മണിക്കൂറിനകം മരിക്കും എന്ന്. ഓക്കെ. അത് അതിന് മുമ്പത്തെ എല്ലാ ഡോക്ടർമാരും പറയുന്നുണ്ട് 14 കാണത്തില്ല എന്ന്. ഓക്കെ. അപ്പോൾ ഈ അധിക ദിവസം അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കകം മരിക്കുമെന്ന് പറയുന്നത് അവസാനത്തെ ഡോക്ടറാണ് അല്ലേ? 1990 ജനുവരി 14 കണ്ട ഡോക്ടറാണ്, റൂപ് നഗർപൂരിലെ ആശുപത്രിയിലെ. ഓക്കെ. അപ്പോൾ എന്തായാലും അത് അവിടെ അവസാനിച്ചു എന്നാണ് അങ്ങ് കരുതുന്നത്. കാരണം ഇപ്പോൾ പലരും പറയുന്നത് മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തു എന്നാണ് തോന്നുന്നത്. അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചെന്നപ്പോൾ വീടിനകത്തേക്ക് ഭാര്യ കയറ്റി വിടുന്നതിന് വിസമ്മതിച്ചു. ഒപ്പം തന്നെ ഉള്ളിൽ ആരോ ഉണ്ടായിരുന്നതായി സംശയം. ഇങ്ങനെയൊക്കെയാണ് പല കാര്യങ്ങളും പറയുന്നത്. ഇത്രയും വലിയൊരു കുറ്റം ചെയ്ത ആൾ കേരളത്തിൽ കാണുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇവരുടെ ബന്ധുക്കളുടെ കല്യാണത്തിന് പങ്കെടുക്കുന്നു. ഇതൊക്കെ സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്നതല്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം. 8-10 വർഷം 2 പോലീസുകാർ ഈ സുകുമാരക്കുറുപ്പിൻ്റെ വീടിൻ്റെ അടുത്തൊരു വീടിൻ്റെ മുകളിൽ അവരെ വീട്ടിൽ ആരാ വരുന്നതെന്ന് വാച്ച് ചെയ്യാൻ 24 hours ഉണ്ടായിരുന്നു. അതറിയോ? അത് ശരി. അതുങ്ങളുടെയൊക്കെ ഗതികേട് അവരെ ഇടയ്ക്കിടയ്ക്ക് അൺഒഫീഷ്യലായിട്ട് നമ്മൾ അവരെ കാണും, വെളിയിലെവിടെയെങ്കിലും വരുത്തിയൊക്കെയാണ് കാണുന്നത്. അത് 8-10 വർഷം അതുങ്ങളെ സമ്മതിക്കും 2 പോലീസുകാർ കിടന്നിരുന്നു. ഇതൊക്കെ അൺഒഫീഷ്യലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെയൊന്നും ആർക്കും SIT ഒന്നും വെട്ടിച്ച് പോകാൻ പറ്റത്തില്ല. അതുപോലുള്ള സംവിധാനം കേരളത്തിൽ വന്നില്ലേ, ഇന്ത്യ അയാൾ മരിച്ചു എന്നുള്ള ഉറപ്പാണ്. കാരണം ഇപ്പോൾ അയാൾ ഉണ്ടെങ്കിൽ 84 വർഷം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് വയസ്സ്. 1946 കള്ള പാസ്പോർട്ടാണ് ബോംബെയിൽ നിന്ന് എടുത്തത്. ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്നുള്ള ഇയാളുടെ പേര് മാറ്റിയിട്ട് സുകുമാരക്കുറുപ്പ് എന്നാക്കിയത് 1946 പാസ്പോർട്ടാണ്. ഈ വസ്തുതകൾക്ക് വിരുദ്ധമായിട്ട് പല പോലീസ് ഓഫീസേഴ്സും പല കഥകൾ ഇറക്കി വിടുന്നുണ്ട്, നാട്ടുകാരും പത്രക്കാരും ഉണ്ട്. കാരണം അത് വസ്തുതകൾക്ക് വിരുദ്ധമാണ്. കേസ് ഡയറി ഇതെല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും ഇനി ആർക്കും ഓപ്പൺ ചെയ്യാൻ ഒക്കില്ല. ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇയാൾ ജീവിച്ചിരിക്കുന്ന എവിഡൻസ് വേണം, ഇല്ലേ? ഓക്കെ. അല്ലാതെ എങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് ക്ലോസ് ചെയ്ത്? അപ്പോൾ ഏതായാലും ഇയാളൊരു ബുദ്ധിമാനായ ക്രിമിനൽ അല്ലേ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. മണ്ടനാണെന്നേ പറയുള്ളൂ. കാരണം ഇയാൾ ഈ പാഠം ഉൾക്കൊണ്ടത് അബുദാബിയിൽ ഇയാൾ ദുബായി ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഇതുപോലെ തട്ടിപ്പ് നടന്നു. പത്രത്തിൽ വാർത്ത വന്നു. അവിടെ ഒരു സ്കൂബ ഡൈവിങ്ങിൽ ഒരു എക്സ്പെർട്ട് എടുത്തും ഭാര്യയും കൊച്ചുമായിട്ടും ഇങ്ങനെ പോയി കടത്തീരത്തിരുന്ന് സ്കൂബ ഡൈവിങ് നടത്തി ഒരു പ്രാവശ്യം ഇയാൾ സ്കൂബ ഡൈവിങ് നടത്തി ഇയാളെ കണ്ടില്ല. ഇൻഷുറൻസ് വലിയ തുകയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇൻഷുറൻസ് തുക ആ ഭാര്യയ്ക്കും, മലയാളിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്, ഭാര്യയ്ക്കും കൊച്ചിനും അവർക്ക് ആ ഇൻഷുറൻസ് തുക കിട്ടി, വൻ തുക കിട്ടി. പക്ഷേ കമ്പനി ഇത് ശരിയാണോ ഇല്ലയോ എന്ന് അവർക്ക് ഡൗട്ടുള്ളതുകൊണ്ട് വെരിഫൈ ചെയ്ത് ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഇയാൾ എവിടെയെങ്കിലും പൊങ്ങിയിട്ടുണ്ടാവും. ഇയാളെ കണ്ടെത്തി സിംഗപ്പൂരിൽ. അതവിടെ പത്രവാർത്ത വന്നപ്പോഴാണ് അത് ഇയാൾ പകർത്തിയെന്ന് എനിക്ക് തോന്നുന്നത്. സുകുമാരക്കുറുപ്പ് അങ്ങനെയാണ് ഈ കഥയിലോട്ട് വരുന്നത്. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള നടത്തി ഇൻഷുറൻസ് തുക തട്ടിപ്പ് നടത്താം എന്ന് അയാൾ വിചാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ഒരു നാൾ പിടിക്കപ്പെടും എന്ന് അദ്ദേഹം ചിന്തിച്ചില്ല അല്ലേ? അയാൾ ചിന്തിച്ചില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ. പക്ഷേ അയാളുടെ അത്രയും പൊക്കവും സൈസുള്ള ബോഡി അന്വേഷിച്ച് ഒത്തിരി നടന്നു നാട്ടിൽ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നെല്ലാം കിട്ടുമോ? അൺഐഡൻറ്റിഫൈഡ് ആൾക്കാരൊക്കെ മരിക്കുമല്ലോ. പല സെമിത്തേരിയിലൊക്കെ പോയി തപ്പിയൊക്കെ നോക്കി. അത് ഫെയിലിയറായി കഴിഞ്ഞപ്പോഴാണ് ഇവർ തീരുമാനമെടുത്തത് ഒരാളെ കൊന്നിട്ട് ഇതേ പൊക്കവും സൈസുള്ള. അങ്ങനെയാണ് ഈ നമ്മുടെ ചാക്കോ കണ്ടുപിടിക്കുന്നു. അയാളൊരു ബില്യൻ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു, ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അയാളുടെ വൈഫിന് അന്ന് 6 മാസം പ്രഗ്നൻ്റാണ് ഇയാളെ കൊല്ലുമ്പോൾ. അങ്ങനെയാണ് അയാൾ ഇതിനകത്ത് ബലിയാടാകുന്നത്. പിന്നെ ഈ സുകുമാരക്കുറുപ്പിൻ്റെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതൊരു പ്രഹേളിയെ തന്നെയാണ്. കാരണം സുകുമാരക്കുറുപ്പ് ഒരിക്കലും മലയാളി ഉള്ളിടത്തോളം കാലം മരിക്കില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പറഞ്ഞുകൊണ്ട് മലയാളി അംഗീകരിക്കത്തില്ല സുകുമാരക്കുറുപ്പിൻ്റെ മരണം. ഓക്കെ. എവിടെ കണ്ടാലും സുകുമാരക്കുറുപ്പ് കണ്ടു. ഒത്തിരി പേർക്ക് കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. എത്രയോ പേരെ പിടിച്ചിരിക്കുന്നു. ബഗേഴ്സ് 3-4 പേരെ സുകുമാരക്കുറുപ്പിൻ്റെ സ്വാമി ഏകദേശം പ്രായമായി പത്രം ഉണ്ടെന്ന് പറഞ്ഞ് എത്ര പേരെ പിടിച്ചിരിക്കുന്നു പോലീസ്. അതുപോലെ നയനായിരുന്ന കാലഘട്ടത്തിൽ കുറേ കാലഘട്ടം സുകുമാരക്കുറുപ്പ് ഇവിടെയുണ്ട് അവിടെയുണ്ടെന്നൊക്കെ പറഞ്ഞു വലിയ ശല്യമായിരുന്നു.
അത് വന്നു കഴിഞ്ഞപ്പം അദ്ദേഹം അവിടെ അദ്ദേഹത്തിന് ഒത്തിരി ബണ്ടിലുകളൊക്കെ ഇത് കിട്ടും, അതെല്ലാം ഇങ്ങോട്ട് അയച്ചു തരും ക്രൈംബ്രാഞ്ചിന്. അവസാനം എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്ത് ഒരെണ്ണം വിശ്വാസ്യത തോന്നി കുറുപ്പാണോ എന്ന്. ആസാമിലെ ഒരു ക്ലിനിക്ക് നടത്തുന്നു കുറുപ്പ്. അത് DGPമാരും എല്ലാവരും ഞങ്ങളെല്ലാം കൂടെ അതൊന്നും നോക്കാം മേരെ സാറേ, എനിക്ക് ഇതിനകത്തൊന്നും വിശ്വാസമൊന്നുമില്ല. പിന്നെ എൻ്റെ സീനിയറായ DYSP 2 പോലീസുകാർ ആസാമിൽ പോയി. എന്നിട്ട് അന്ന് STD ഉള്ളൂ, വേറെ ഫോണൊന്നുമില്ല. അവിടെ കൃത്യമായിട്ട് DGP ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ല, കാരണം നമ്മളൊരു ഒരു ഫൈൻഡിങ്ങിലെത്തി അത് അന്വേഷിക്കണം നോക്കണം എന്നൊക്കെ പറഞ്ഞു. ശരി DGP പറഞ്ഞല്ലേ, അവിടെ പോയി ആസാമിൽ പോയി ഈ സ്ഥലം കണ്ടുപിടിച്ചു. കുഗ്രാമത്തിൽ ഒരു ഡോക്ടറുണ്ട്, ഒരു ക്ലിനിക്കുണ്ട്, 2 നേഴ്സുമാരും ഉണ്ട്. അപ്പോൾ ഇവർ വിളിച്ച് പറഞ്ഞു STD വെച്ച് അവിടുത്തെ എങ്ങാണ്ട് വിളിച്ച് പറഞ്ഞ് ലൊക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞു, അവനെ വിടരുത് പിടിച്ചോണ്ട് വരണമെന്ന്. അപ്പോൾ ഇവരെന്ത് ചെയ്ത് ആ ക്ലിനിക്ക് ഡോക്ടറെ മുറിയിലിട്ടൊന്ന് കയറി, ഇവരെ പോലീസുകാരൻ്റെ പനിയാണെന്ന് പറഞ്ഞ് ആ DYSP അദ്ദേഹം ഇന്നില്ല, അദ്ദേഹം എൻ്റെ വളരെ സീനിയറാണ്, അദ്ദേഹം മറ്റൊരു പോലീസുകാരനെ പനിയാണെന്ന് പറഞ്ഞ് കാണിച്ച് ഡോക്ടറെല്ലാം പനിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ചോദിച്ചപ്പോൾ ആ ഡോക്ടറെ വീട് എവിടാ? അപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയോട് ചോദിച്ചു പറഞ്ഞു വൈക്കം അമ്പലത്തിൻ്റെ പുറയിൽ ആണ് എൻ്റെ വീട്, എൻ്റെ അപ്പൻ അവിടെ ഒരു പ്രൊവിഷൻ സ്റ്റോറുണ്ട്, ഞാൻ അവിടുത്തുകാരനാണ്. ഇരിക്കും സാറേ എന്ന് പറഞ്ഞുകൂടി ഇരുന്ന് അത്രയൊക്കെ ചോദിച്ചപ്പോൾ ഇവന് ഡൗട്ടായി. അവൻ അകത്തോട്ടൊന്ന് കയറി മൂത്രം ഒഴിക്കട്ടെന്ന് പറഞ്ഞാൽ അകത്തെ 2 മുറിയേ ഉള്ളൂ, അകത്തെ മുറിയിലോട്ട് കയറി പിന്നെ കണ്ടേയില്ല. DYSPയും ഇവരും DGP വിളിച്ചറിയിച്ചിട്ട് ഇവനെ ആളെ ലൊക്കേറ്റ് ചെയ്തെന്നു. ഇവൻ മതിൽ ചാടി ഓടിയെന്ന് നേഴ്സുമാർ പറഞ്ഞു. എന്നാ ചെയ്യാൻ, സസ്പെൻഷൻ കിട്ടുമെന്ന് വിചാരിച്ച് ഇതുങ്ങൾ എന്ത് ചെയ്തു, നേരെ DGPയുടെ അടുത്ത് STD പോലും മിണ്ടാതെ വൈക്കത്ത് വന്ന് രാത്രി പോലീസിനെ കൊണ്ട് ഇവൻ പറഞ്ഞ വീടൊരെണ്ണം ഉണ്ടെന്നപ്പോൾ ഉണ്ട്, പ്രൊവിഷൻ സ്റ്റോറുകാരൻ്റെ മകനുണ്ട്, അവൻ നോർത്ത് ഇന്ത്യയിലൂടെ ആ ജോലി എന്ന് പറഞ്ഞു. വീട് വളഞ്ഞ് ചെന്നപ്പം വീടിനകത്തിരിപ്പുണ്ട്, ഇവന് കുറിപ്പിരിപ്പുണ്ട്. അയാൾ പറഞ്ഞ് ഇയാൾക്ക് ലൈസൻസ് ഒന്നുമില്ല, ഡോക്ടറെ ഒന്നുമില്ല, ഫേക്ക് സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് അവിടെ പോയി ജീവിച്ചത്. എത്രയോ മലയാളികൾ അങ്ങനെ ജീവിക്കുന്നുണ്ട്. സാർ എവിടെയൊക്കെ പോയിട്ടുണ്ട് കുറുപ്പിനെ അന്വേഷിച്ച്? കുറിപ്പിനെ അന്വേഷിച്ച് നമ്മൾ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഇവിടെ ആ കാലഘട്ടത്തിൽ ഡൽഹി പോയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഡൗട്ട് വെച്ചല്ലേ പോകുന്നത്, ഒത്തിരി ഓഫീസേഴ്സൊക്കെ പോകുന്നുണ്ട്. അത് പലരും പിന്നെ DGPമാർ എത്രയോ പേര് പോയി. കുറിപ്പ് ഇപ്പോഴും പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അവർക്ക് ദുബായിലൊക്കെ മക്കളെയൊക്കെ കെട്ടിച്ചിട്ടുണ്ടാവും, അവിടെ കുറിപ്പുണ്ടെന്നൊരു ലെറ്റർ അവിടെ നിന്ന് വന്നാൽ മതി, അപ്പോഴേ ഗവൺമെൻറ് സാങ്ഷൻ കൊടുത്ത് പോയി നോക്കാൻ പറയും. അങ്ങനെ പോയ ഒരു എനിക്കറിയാം ഒരു IPS ഓഫീസേഴ്സിനെ എനിക്കറിയാം. കുറിപ്പിനെ കണ്ടില്ല, പറഞ്ഞ ലൊക്കേഷൻ ഇല്ലെങ്കിൽ തിരിച്ചു വരണ്ടേ. അപ്പോൾ 4 ഫയലിൽ അവിടുത്തെ ദുബായ് പ്രതികളായ 3-4 പേരെ ഫയൽ കൊണ്ട് പോയെന്നാണ് കഥ. അതൊക്കെ പത്രത്തിൽ വന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഈ കുറിപ്പ് എന്തായാലും ഇത്രയും നാൾ സർവൈവ് ചെയ്തില്ലെന്ന് അങ്ങ് ഉറച്ചു വിശ്വസിക്കുകയാണ് കൃത്യമായി. അതുപോലെ തന്നെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ ചർച്ചകൾ എന്തിനു വേണ്ടിയാണെന്നും അറിയില്ല. കുറിപ്പിൻ്റെ സിനിമ കണ്ടായിരുന്നു? ഞാൻ കണ്ടില്ല. കാണാനുള്ള ക്ഷമയില്ല. കാരണം ഒരു കുറ്റവാളിയെ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഉയർത്തി കാണിക്കുന്ന ചിത്രം അത് ശരിയാണെന്ന് തോന്നുന്നില്ല അല്ലേ? തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനത് കണ്ടില്ല. കാരണം അതിനകത്ത് ഈ നമ്മൾ കണ്ടെത്തിയ ഫാക്റ്റിന് വ്യത്യസ്തമായ ഒരു സിനിമ വന്നാൽ കാണേണ്ട ആവശ്യമില്ലല്ലോ, അതിനൊരു പുതുമയില്ല. അതെ, അല്ല അവർക്ക് ഈ യാഥാർത്ഥ്യത്തോട് കൂടുതൽ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ജനങ്ങളെ രസിപ്പിക്കാൻ ഉതകുന്ന കുറേ കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ടാണല്ലോ അവർ ചെയ്യുക. ഇനിയും ഒരു സിനിമ വരുമെന്ന് തോന്നുന്നുണ്ടോ കുറിപ്പ്? വരും. ഇനിയും വരും. കുറിപ്പ് മലയാളി ഉള്ളിടത്തോളം വരും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഇന്ന് ചിലവാകും കുറിപ്പിൻ്റെ പുതിയ അല്ലെങ്കിൽ ഇനിയിപ്പം കുറിപ്പ് ഞാൻ മരിച്ചെന്നുള്ള ഇപ്പം തുറന്നു വിട്ടത് ഞാൻ കഴിഞ്ഞ ദിവസമാണ് തുറന്നു വിട്ടത്. എനിക്ക് വന്ന് 24-നകത്തും മാതൃഭൂമിയിലും ഞാൻ പറഞ്ഞു, മരിച്ച ഡേറ്റ് കൂടെ അങ്ങ് പറഞ്ഞു. അതുകൊണ്ട് കുറിപ്പിൻ്റെ സ്കെലിറ്റൻ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആൾക്കാർ ഏതായാലും അടുത്ത ഒരു കഥയുണ്ടാക്കാനുള്ള ഇതായി എന്ന് എനിക്ക് തോന്നണേ. സ്കെലിറ്റൻ വെച്ചിട്ട് ഇതാണ് കുറിപ്പിനെ സംബന്ധിച്ച് ശ്രീ ജോർജ് ജോസഫ് സാറിന് പറയാനുള്ളത്. അദ്ദേഹം ഈ കേസിൻ്റെ തുടക്കം മുതൽ അന്വേഷിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായി ഈ കേസ് അദ്ദേഹത്തിൻ്റെ കൈകളിൽ എത്തിയിട്ടുണ്ട്. 1990 ജനുവരി 14 ആണ് കുറിപ്പ് അവസാനമായി ഒരു ആശുപത്രിയിൽ എത്തുന്നത്. അതിനുശേഷം അവിടെ നിന്ന് പോകുന്നു. അധികം മണിക്കൂറുകൾ പോലും സർവൈവ് ചെയ്യാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർ പറയുന്നു. അത്രയേറെ ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗത്തിന് അടിമയായിരുന്നു കുറിപ്പ് എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 1990 ജനുവരി മാസം പിന്നീട് ജനുവരി മാസം 14-ാം തീയതിക്ക് അപ്പുറത്തേക്ക് പോകില്ല, ഏറിപ്പോയാൽ 15, അതിനപ്പുറത്തേക്ക് പോകില്ല കുറിപ്പ് എന്ന് തന്നെ അങ്ങ് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ വന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കാരണവശാലും വിശ്വസിക്കാനും സാധിക്കില്ല. വർഷങ്ങളോളം കുറിപ്പിൻ്റെ വീട് മഫ്തിയിൽ പോലീസിനെ നിയോഗിച്ച് നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് കേരള പോലീസ് എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. എന്തായാലും ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്. കുറിപ്പ് മലയാളികൾ ഉള്ളിടത്തോളം കാലം ഉണ്ടാകും എന്നും അദ്ദേഹം കുറച്ച് വിശ്വസിക്കുന്നു. ഇനിയും സിനിമകൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണെന്ന്. വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും. ഇനി അടുത്ത എപ്പിസോഡ് കാണാം. നമസ്കാരം.